ഹലോ ഗായ്സ് ഹലോ ഗായ്സ് നമ്മൾ ഭഗവത് കിത്തു ഗെയിമിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഗായ്സ് നമ്മളൊരു ഗെയിമുമായിട്ട് വന്നിരിക്കുകയാണ്. സീക്കിയിട്ടാണ് ഞാനിപ്പോൾ ഓപ്പൺ എന്നൊരു ഇതുണ്ടോ അത് പിടിച്ച് അമർത്തുമ്പോൾ രണ്ട് മൂഡ് വരുന്നുണ്ട്. ഞാനിപ്പോൾ സിറ്റി ആയിട്ട് മൂഡ് ചെയ്യുന്നുണ്ട്. സിറ്റി ആണിത് നമുക്ക് ഇഷ്ടപ്പെട്ട മൂഡാണിത്. ഡൗൺലോഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഉണ്ടോ ആദ്യം തന്നെ നമുക്കൊരു ഇത് കിട്ടും. മഹീന്ദ്ര ബുലേറോയ്ക്ക് നന്നായിട്ട് ഇതുണ്ട്. ഇപ്പോൾ സാധാ ബുലേറോ പോലെ അല്ല. ടയറൊക്കെ സീനാണ്. പക്ഷെ ഇത് ഇന്ത്യൻ ട്രാക്ടർ ഗെയിമാണ് കേട്ടോ. ഇന്ത്യൻ ട്രാക്ടർ ഗെയിമാണ്. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടല്ല ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. നമ്മളിപ്പോൾ ഇടുന്ന പുതിയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ദയവായി സബ്സ്ക്രൈബ് ചെയ്യണം. ഇതിലിട്ട് കുറേ ടാറ്റേഴ്സ് നമുക്ക് കിട്ടുന്നുണ്ട്. നമ്മൾ ഈ ടാറ്റർ എടുത്തിട്ടുണ്ട്. ഗൈസ് നിങ്ങൾ ഈ ട്രാക്ടർ ആരുടെ ഇപ്പം സ്വന്തമായിട്ട് ഇപ്പോൾ ഈ വണ്ടി ഇപ്പോൾ ആരുടെ കാര്യമുള്ളതെന്ന് വെച്ചാൽ അവരെ അതിനകത്ത് കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാം. ഇപ്പോൾ ആർക്കാണ് ഈ വണ്ടി ഉള്ളതെന്ന് വെച്ചാൽ ഇതേമാതിരി മോഡിഫിക്കേഷൻ ചെയ്തുള്ള വണ്ടി എനിക്ക് ഉണ്ടാവുമോ എന്ന് വെച്ചിട്ട് കമൻറ്റ് ചെയ്യുക. വണ്ടിക്ക് സീനുണ്ട്. സ്റ്റണ്ടി ആണ് സംഭവം. എന്താ സ്റ്റണ്ട് ചെയ്യണത് മനസ്സിലാവും. പൊങ്ങണില്ല. പൊങ്ങി ആണെങ്കിൽ പെട്ടെന്ന് പൊന്തിക്കാട്ടോ. അതെ ഞാൻ അടി കാണണ്ട അതിൽ കൂടെ പൊന്തിക്കുകയാണെങ്കിൽ ഇപ്പോൾ എങ്ങനെയാണെന്നറിയോ? എതിരാ കണ്ട പൊന്തിക്കുകയാണെങ്കിൽ ഇപ്പോൾ പൊന്തിക്കാൻ പറ്റുന്നില്ല ഗായ്സ്. നോക്കണം നമുക്ക് ഈ സാധനം ഇടിച്ച് പൊളിച്ചല്ല ഉള്ളിലോട്ട് കയറണം. ഇതും വെച്ചൊക്കെ പറ്റും കേട്ടാ. ഇടിച്ചങ്ങോട്ട് കയറ്റിയതാണ്ടാ. മൂന്നാമത്തെ മൊടയുണ്ട്. നിനക്ക് വല്ല മൊടയാണോടാ? എന്നടാ എന്നൊക്കെ ഇടിച്ച് പൊളിക്കണോടാ. 2 ദിവസം വീഡിയോ എടുത്തതിൻ്റെ കുഴപ്പമൊന്നും തിരക്കിലായി പോയി. എന്നിട്ട് ഇന്ന് നമ്മളൊരു ഷോർട്ട് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. 2 ദിവസം വീഡിയോ ഇടാത്തതാണ്. ഇനിയിപ്പോൾ നാളെ വീഡിയോ ഉണ്ടാകും പുതുതായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഒന്ന് കാണുക. ഇപ്പോൾ സമയം ഒരു കേട്ടോ. ഇപ്പോൾ വണ്ടിയുടെ നല്ല സൈഡാകട്ടെ. ഇപ്പോൾ സമയം 11:20. ഇതിനകത്തുള്ള പുതിയ നല്ല വണ്ടികൾ ഞാൻ കളക്ഷൻ ചെയ്ത് കാണിച്ചിട്ട് ഇവിടെ നിർത്തട്ടെ. മരച്ചോട്ടി നിർത്താം. അപ്പോൾ അതിൻ്റെ അതിൽ ഒരു സെറ്റപ്പായിട്ട് വന്നിട്ടുണ്ട്. നേരെയാണ് അതാണത് മോളിൽ തന്നെ കണ്ടോ JONDHER എന്ന് പറഞ്ഞിട്ട് സംഭവം ഉണ്ടോ? അത് അമർത്തുക. കുറേ വണ്ടികളുടെ പേര് വരും. പേരിൽ ഇപ്പോൾ താറ് 1 ഉണ്ട്, താറ് 2 ഉണ്ട്. പിന്നെ അവിടെ സുസുക്കി ഷിഫ്റ്റ് ഉണ്ട്. ഷിഫ്റ്റ് നമുക്ക് ഇറക്കണമല്ലോ. ഇതൊക്കെ അത്രയ്ക്കുള്ളൂ കൈസ്. അതൊക്കെ അത്രയ്ക്കുള്ളൂ. അതിനകത്തൊരു സാധനമുണ്ട്. കായ്സ് ഇത് ഏതാ മോഡലെന്ന് കണ്ട ടോറസ് മാതിരി ഇരിക്കും. സത്യം പറഞ്ഞാൽ ടോറസ് ആണോ എന്ന് കമൻറ്റ് ചെയ്യട്ടാ. നമുക്ക് എന്തായാലും സെറ്റപ്പ് ചെയ്യാം. അതിൻ്റെ അകത്ത് ഇതൊക്കെ ഉണ്ട്. ഇതിൻ്റെ ഉണ്ട് സാധനമൊക്കെ പൊങ്ങുകയൊക്കെ ചെയ്യും. പൊങ്ങുകയൊക്കെ ചെയ്യും. അതാ കേട്ടാ താഴെയൊക്കെ ചെയ്യും. അങ്ങനെയാണ് സീനാണ്. താഴെ പൊങ്ങുകയൊക്കെ ചെയ്യും. ഇതൊക്കെ തുറക്കും. അങ്ങനെയാണ്. ഞാൻ ഇവിടെ നെറ്റ് ഓഫ് ചെയ്ത് കളിക്കുന്നത്. നെറ്റ് ഓഫ് ചെയ്തിട്ടാണ് കളിക്കുന്നത്.
അതങ്ങനെ തുറന്നൊക്കെ വെക്കാം. അത് വെറുതെ സീനൊന്നും തുറന്നൊക്കെ വെക്കാം. അപ്പോൾ തുറന്നൊക്കെ ഒരു സീനായിരിക്കും കേട്ടോ. ഗൈസ്, അപ്പോൾ നമ്മളിത് ഇറങ്ങിയിട്ടുണ്ട്. എന്താണ് ബസ്സൊക്കെ എൻ്റെ പറയാനുള്ളത്? ബസ്സേ എൻ്റെ പുറകെ വരണ്ട. ഇത് ചെറിയ സാധനമല്ല. നിന്റെ വണ്ടിൻ്റെ ചൈന വണ്ടി പോലെ അല്ല ഇത്. അത് സിയോണിൻ്റെ ബസ് ചൈന വണ്ടി കണ്ടോ? ഒന്നും കണ്ടാൽ മതില്ല. ചൈന വണ്ടിയാണ്. കുറച്ച് ഇറക്കുകയാണെങ്കിൽ ഒരു ഈ വണ്ടി കണ്ട ചൈന വണ്ടിയാണ്. ഇത് മാത്രമേ ഉള്ളൂ. ഇത് ഓഫ് റോഡ് ഉണ്ട് കേട്ടോ വണ്ടി. ഈ വണ്ടിക്ക് ഓഫ് റോഡ് സിസ്റ്റം ഒക്കെ ഉണ്ട്. കണ്ട ചൈന വണ്ടിയാണ് മൊത്തം. ഓഫ് റോഡൊക്കെ പക്കയായിട്ട് കയറും. ഇപ്പോൾ 260 സ്പീഡുണ്ട്. 260 സ്പീഡുണ്ട്. അപ്പോൾ വണ്ടിയൊക്കെ വെള്ളത്തിലൊക്കെ ഇറക്കട്ടാ. മുങ്ങിപ്പോയും കുഴപ്പമില്ല ഏട്ടാ. നിങ്ങൾ നമ്പരച്ചോടും. കണ്ട വെള്ളത്തിലൊക്കെ ഇറങ്ങിയതാണ്. കണ്ട വെള്ളത്തിലൊക്കെ ഇറങ്ങുമ്പോഴല്ലോ സുഖമാണ്. അത് ഏത് വണ്ടിക്കും കിട്ടും. വേണ്ട വണ്ടി വെള്ളത്തിൽ മുങ്ങി. സത്യം പറഞ്ഞ മൊത്തമായിട്ട് മുങ്ങി. വണ്ടി എന്ന് പറയാനായിട്ട് വണ്ടിയാണ് വെള്ളത്തിൻ്റെ അടിയിൽ വെള്ളത്തിൽ മുങ്ങിയിട്ട് ഇങ്ങനെ നിൽക്കുന്നത്. പണി കുറച്ച് താഴെയൊക്കെ ചെയ്യട്ടാ. താഴെയൊക്കെ അത്രയ്ക്കുള്ളൂ. ഉണ്ടായി. എന്നിട്ട് താറിനൊക്കെ വെട്ടിക്കുന്നുണ്ട്. ഇത് ഇറങ്ങിയിട്ടുണ്ടോന്ന് അറിയില്ല കേട്ടോ. താറിനൊക്കെ വെട്ടിക്കുന്ന നേരം താറൊക്കെ. പക്ഷെ ഇത് ഒന്ന് പെട്ട് താറ് തന്നെ വേണം കേട്ടാ. ഒന്ന് ഇതടിക്കാൻ ഇത് ചെയ്യാനൊക്കെ. ഓടെ വണ്ടി കയറുന്നുണ്ട്. ഈ വണ്ടി ടയറിന് കുഴപ്പമില്ല. നമുക്കൊന്നൊരു വണ്ടി സെറ്റ് ആക്കിയാലോ ഇതായിട്ട്. താഴെ പോവാ. എന്നിട്ട് ഇവിടെ ഇതെന്ത് വണ്ടിയാണ്? ട്രാക്ടറോ? ഇതില് മഹീന്ദ്ര താറുണ്ട് കേട്ടാ. താറിനാരും മിസ് ചെയ്യുന്നു തോന്നുന്നു. താറുതാ ഇറങ്ങിക്കഴിഞ്ഞത്. ഇതാണ് നമ്മുടെ മഹീന്ദ്ര താർ. നോക്കുകയാണെങ്കിൽ കളറൊക്കെ ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് ഗൈസ്. നിങ്ങളെന്താ വിചാരിച്ച് കളർ ചേഞ്ച് ചെയ്യാൻ ഓപ്ഷൻ ഇല്ലെന്നാ? ഇതൊക്കെ ഉണ്ടാ. ഇതൊക്കെയാണ് ഓപ്ഷൻ. ഇതെങ്ങനെയുണ്ട്? പൊളിക്കല്ലേ? ഇത് പൊളിയല്ലേ ഐസ്? ഇപ്പോൾ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇത് പൊളിയാണെങ്കിൽ. കളറൊന്നും ചേഞ്ച് ചെയ്താൽ ഐസ് ഉണ്ടാവും. ബ്ലാക്ക് അടിക്കാം. ഇതാണെന്നില്ല. സീന് ഇത് പക്കാ ജിമ്മി. സെറ്റപ്പ് മനസ്സിലായി. വേണ്ട പക്കാ ജിമ്മി. മഹീന്ദ്ര ജിമ്മി. പക്ഷേ സുസൂക്കിയുടെ ജിമ്മി പെട്ടെന്ന് തന്നെ കണ്ട കണ്ടു കഴിഞ്ഞാൽ സാറ്റത്തുനിന്ന് കാണുന്നുണ്ടല്ലോ. ജിമ്മിയാണ് ജിമ്മി. കിഡിലാണ്. ഇതൊക്കെ വെള്ളത്തിൽ ഇറക്കുമ്പോണ്ടല്ലോ മുഴുവനായിട്ട് മുങ്ങിപ്പോവാറുള്ള കഴിവുണ്ട്. പക്ഷെ ആൾ സേഫ് ആയിരിക്കും. ഏത് വണ്ടിയായാലും ആൾ സേഫാണ്. കണ്ടോ ഇത്രയ്ക്കൊക്കെ മുങ്ങി. കണ്ടോ മുഴുവനായി മുങ്ങി. കാര്യം കാണിച്ചത് കണ്ടോ. കണ്ടോ മുഴുവനായി മുങ്ങി വെള്ളത്തിലൊക്കെ. ഇത് വെച്ചിട്ട് ഓഫ് റോഡ് ടെസ്റ്റ് നമുക്ക് ചെയ്താലിപ്പോൾ
അല്ല അറ്റത്തെ മലയിലോട്ട് നമ്മൾ കയറാൻ പോണതും വെച്ചിട്ട് ഇത് കുലുങ്ങുമോ അതോ ഉണ്ടാക്കാവോ? എൻ്റെ മോനെ സീനാണ്, സീൻ. സത്യം പറഞ്ഞാൽ ഗെയിമിങ്ങിനോട് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാരണം കൊണ്ടാണ് ഫ്രീ ഗെയിമിംഗ് ഒന്നും ചെയ്തേക്കണത്. ഇന്ത്യൻ ഗെയിമിനോട് ഭയങ്കര ഇഷ്ടമുള്ള കാരണം കൊണ്ടാണ് ഇപ്പോൾ ഇതൊക്കെ സംഭവം ചെയ്തേക്കണത്. മനസ്സിലായി. ബ്രസീലിൻ്റെ ഒരു ഗെയിമുണ്ട്, അത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്ന ആ ഗെയിം. ഇതൊക്കെ ഈ ഗെയിമൊക്കെ ഉള്ള ഇന്ത്യയിൽ ഇങ്ങനെ വന്നത് തന്നെ കൊണ്ടാണ് ഇപ്പോൾ ഈ ഗെയിം ഇപ്പോൾ സെറ്റായി വന്നുകൊണ്ടാണ് ഇപ്പോൾ ആറൊക്കെ മര്യാദയ്ക്ക് ഓടിക്കാൻ കിട്ടണത്. ഇതിന് മുമ്പത്തൊരു ഗെയിം ഉണ്ടായിരുന്നു, അതിൽ താറ് ഓഫ് റോഡ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറ്റുമായിരിക്കും, പക്ഷെ എനിക്കറിയില്ല കേട്ടോ. അത് ഏത് ഗെയിമാണെന്ന് വെച്ചാൽ ഇന്ത്യൻ ഡ്രൈവിംഗ് 3D, ഇന്ത്യൻ ബൈക്ക് ഡ്രൈവിംഗ് 3D എന്നൊരു ഗെയിമാണ് കേട്ടോ. അതിനകത്ത് ഇതേമാതിരി മലയൊന്നുമില്ലല്ലോ. ഇപ്പോഴല്ലേ മലയൊക്കെ വന്നത്, അത് ലിങ്ക് വഴിയാണ് മലയൊക്കെ വളർത്തണത്, ലിങ്ക്. എന്താലേ ഇരിക്കണിരിപ്പോ കേസ്. നമുക്കൊന്ന് പെട്ടെന്നൊന്ന് മാറിയിട്ട് വന്നാലോ? താർച്ച് കൊടുത്താണ്ടല്ലോ. അതാരുടെ വണ്ടിയാണെന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. പക്ഷെ ഇതാരുടെ വണ്ടിയാണെന്ന് കമൻറ്റ് ചെയ്യണേ. പക്ഷെ കണ്ടിട്ട് നിങ്ങൾക്ക് നല്ല പരിചയമുള്ള വണ്ടി പോലെ തോന്നും ഗൈസ്. അതെ, നമ്മുടെ റാപ്പർ സിദ്ധു മൂസേവാല ഉള്ള വണ്ടിയാണ് ഗൈസ്. സൂക്ഷിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് ആ വണ്ടിയുടെ മുന്നിലെ ഇതുവരെ കാണാൻ പറ്റും. നോക്കിയേ ഗൈസ്, മുന്നിലെ സംഭവം നോക്കിയേ. വണ്ടിയിൽ ഡീറ്റെയിൽ ആയിട്ട് ചെയ്ത പോലെയാണ് ഇതിൽ ചെയ്തേക്കണത്. ടയറൊക്കെ സെയിമാണ്. പഴയ താറ്, പണ്ടത്തെ താറ്. ഓ, വണ്ടി തട്ടിയതായിട്ട് നമുക്ക് കുഴപ്പമില്ല. നമുക്കിവിടെ ഫൈൻ അടയ്ക്കാൻ ആരും ഇല്ല, ഫൈൻ അടയ്ക്കാൻ പറ്റത്തില്ല. ഓഫ് റോഡ് കയറിയിട്ടാണെങ്കിൽ മനസ്സിലാവും. സ്റ്റെപ്പൊക്കെ പെട്ടെന്ന് കയറി പോകും, മനസ്സിലാവും. സ്റ്റെപ്പൊക്കെ ഉണ്ടാവും, പെട്ടെന്ന് കയറി പോകണം. ടയർ കേസ് കിട്ടുന്ന ആളൊക്കെ ടയറൊക്കെ തിളങ്ങനെയാണ്, തിളങ്ങനെ ടയറൊക്കെ ഉണ്ടല്ലോ, എന്തോ ടയർ. നമുക്കതേമാതിരി താറൊക്കെയല്ല, ഒന്നാമത്തെ താറിൽ മൂട് പറ്റുമെന്ന് അറിയില്ല ഗായ്സ്. നമുക്ക് ചെയ്ത് നോക്കാൻ പോകണ താറ് ഇട്ടെ. താറ് നമ്മളിതിൽ ഫിറ്റിങ് ചെയ്തിട്ടുണ്ട്, താറ് നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട്. അയ്യോ തെറ്റിപ്പോയി, അതല്ല അവിടെ അടുത്ത വണ്ടി എന്ത്? പക്ഷെ താറ് 2 ആണ് ഇറക്കിയതിട്ടാ. എൻ്റെ മോനെ സീനാട്ടാ. നമ്മൾ ബാക്ക് എടുത്തിട്ട് കയറ്റാം. അപ്പോൾ ഈ 3 വണ്ടിയിൽ ഏത് വണ്ടിയാണ് ഇപ്പോൾ നന്നായിട്ട് സെറ്റാക്കണം നോക്കട്ടെ. ആ വണ്ടി വീതിയുടെ കാര്യത്തിൽ ഈ വണ്ടിയാണ് കുറച്ചും കൂടി ഇത്. വീതിയുടെ കാര്യത്തിൽ ആ വണ്ടിയും ഈ വണ്ടിയും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ ഈ വണ്ടിയിൽ ചെറുതാണ്, ആ വണ്ടിയിൽ കുറച്ച് വലുതുമാണ്. അപ്പോൾ സെറ്റായാലും നോക്കുന്ന അതിലിട്ടേക്കണ സ്റ്റോക്ക് ടയറും ഇതിലിട്ടേക്കണത് ഓഫ് റോഡ് ടയറുമാണ് ഇട്ടേക്കണത്. അപ്പോൾ നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്താലോ? ആദ്യം താഴെ ഇറക്കി നോക്കാം. ഇതിപ്പോൾ എത്ര കിലോമീറ്റർ അറിയില്ലല്ലോ, എത്ര കിലോമീറ്റർ ആണെന്ന് എനിക്കറിയില്ലല്ലോ, അതാണ് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഇത് സ്റ്റോക്ക് ടയറാണ് സെറ്റ് ചെയ്തേക്കണത്. സ്ലോ ആണല്ലോ, സ്ലോ ആണ്. നിങ്ങൾ കണ്ടോന്നില്ല, ഈ ബമ്പർ അടി കുടുങ്ങി സ്റ്റക്കായി. എന്തായാലും ഇതിൽ കൂടെ കയറ്റാം. ഒരു ടയർ എയറിലാണ് നിൽക്കുന്നത്.
എന്തോന്നാണ് കേസ് ഇതോ സ്റ്റോക്ക് ടയർ ഇട്ട് ഇങ്ങനത്തെ ടയർ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഓഫ് റോഡ് കയറാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഓഫ് എന്താണ് പെട്ട് ആ ഇനി വണ്ടി കൊള്ളത്തില്ലതേ കാളൊക്കെ വിട്ടിട്ട് നമുക്ക് പിന്നെ ഇങ്ങോട്ട് ഇറക്കിയല്ല കയറുമെന്ന് അറിയില്ലല്ലോ. നമുക്ക് ഇറക്കി വെക്കാം വാ. ആ ഓക്കെ 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 സീനായിട്ട് കേൾക്കുന്നുണ്ട്. നമ്മുടെ മുമ്പത്തെ താറണ്ട വിട്ടെടുക്കുന്നത് ഇത് കയറുമെന്ന് എൻ്റെ പ്രതീക്ഷയുള്ളൂ. ഇത് കയറുമോ എൻ്റെ മോൻ? ഓ സീനാട്ടാ ഇത് നോക്കി കാശ്. ഇത് തന്നെയാണ് നല്ല വണ്ടി സത്യം പറയാലോ. അത് കണ്ടോ കയറിയത് പോലില്ല. പഴയ വണ്ടിയാണോ കയറിയത് കണ്ടോ. ഇതാണ് മൊത്തം സീന്. ഇപ്പോൾ ഏത് വണ്ടി എടുത്താലും ഇതേമാതിരി ഒരത്തിന് എടുക്കണം എന്നാലാണ് നിങ്ങൾ സീനാണ്. സീനാണ് കേട്ടോ. ഇവിടെ താറൊന്ന് ഇറക്കി വെക്കാം. താറന്നിറങ്ങോ. താറ് ഇറങ്ങട്ടെ. പക്ഷേ ഈ താറ് ഫെയിലായിട്ടോ. മഹീന്ദ്ര താറ് ഫെയിലായ താറ് നമ്മൾ ഇടേണ്ടത് ഇവിടെയാണല്ലോ. നമ്മളിവിടെ ഇടത്തുള്ള വണ്ടി. പക്ഷെ അത് പറഞ്ഞാൽ പറ്റത്തില്ലല്ലോ. ഇതിൻ്റെ ഫാൻസ് നമ്മളതൊന്നും ഇതാക്കില്ല. ഇതിൻ്റെ ഫാൻസ് ഇപ്പോൾ വേറെ നേരിപ്പം ഇതിൻ്റെ ഫാൻസിന് അത് പറ്റില്ലല്ലോ. ഇതിൻ്റെ ഈ വണ്ടിയുടെ ഫാൻസ് വിഷമമാവില്ലേ. അപ്പോൾ ഒന്ന് രണ്ട് വണ്ടി നല്ല വണ്ടിയാണ്. പക്ഷെ ആ വണ്ടിയിൽ നിങ്ങൾ നോക്കിയാന്നറിയില്ല. ആ വണ്ടി സ്റ്റോക്കും ഈ വണ്ടി ഇതാണ് പിടിപ്പിച്ചേക്കണത്. ആ വണ്ടിയിലുണ്ടോ ഒരു ബമ്പർ പിടിപ്പിച്ചിട്ടുണ്ട്. ആ വണ്ടിയുടെ മുന്നിൽ മറ്റേ സാധാ ബമ്പർ പിടിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അത് വിലടക്കത്തിൽ പൊട്ടിപ്പോകാൻ. അതുകൊണ്ട് പിന്നെ ആ താറിൽ വരുന്ന മുന്നിലത്തെ മറ്റേ അതിനുള്ള കേജ് ഉണ്ട്. ആ കേജ് ഇതിനെ കോപ്പി അടിച്ച് ഇതൊക്കെ കേജ് തന്നെയാണ്. ഇതിന് കോപ്പി അടിച്ച് ഇതിനല്ല മറ്റേ പുതിയ ജീപ്പ് റൂബിക്കോണിന് ഇതടിച്ചുണ്ടാക്കിയാണ്. ഇത് സ്റ്റോക്ക് അതിൻ്റെ സ്റ്റോക്കായിട്ട് എന്തെങ്കിലും വരുന്നുണ്ട് കേട്ടോ. ഈ സാധനം അതിൻ്റെ സ്റ്റോക്കിൽ വരുന്നുണ്ട്. ഇത് മോഡിഫിക്കേഷനാണ്. ഇത് ഓഫ് റോഡിന് വേണ്ടി സെറ്റാക്കിയ വണ്ടിയാണ്. നമ്മുടെ ഒരു റാപ്പറുണ്ട് സിദ്ധു മൂസേവാല. ആള് ലാസ്റ്റ് ഓടിച്ച വണ്ടിയാണിത്. ലാസ്റ്റായിട്ട് കൊണ്ടുനടന്ന വണ്ടിയാണ്. ജീപ്പാണ് ഗൈസ്. താറ് നമുക്കിപ്പോൾ എന്തോ ചെയ്യുമെന്ന് അറിയാമോ. ഇനിയിപ്പോൾ അടുത്ത സംഭവം ചെയ്യാൻ എന്താണെന്ന് വെച്ചാൽ നമുക്ക് അയ്യോ ഞാൻ നിൽക്ക് ഇങ്ങോട്ട് പോണ്. നമുക്കൊന്ന് താഴത്തേക്ക് പോവാം. താഴത്തേക്ക് ഇറങ്ങിയാലോ. ഇവിടെ വെച്ച് എന്താ ചെയ്യാൻ പോകണമെന്നറിയോ. രണ്ട് വണ്ടി നമ്മൾ സെറ്റ് ഇതാവാൻ പോവാണ്. ഇതിൽ ഏത് വണ്ടി നന്നായിട്ട് വലിക്കണേന്ന് അറിയില്ലല്ലോ. അപ്പോൾ നമുക്ക് ഇതിൽ ഏത് വണ്ടി വലിപ്പിക്കാൻ നോക്കാം. വണ്ടി ബാക്ക് എടുത്തിട്ടൊന്ന് ഇറക്കാം. അടിയത്തെ മറ്റേ സൈലൻസറൊക്കെ ഇങ്ങനെ ചാടി ചെയ്തിട്ടാലും സൈലൻസറൊക്കെ വളഞ്ഞുള്ളിലോട്ട് കയറിപ്പോവും. ആ അടിയിൽ ബാക്ക് കണ്ടോ. ഇതാണ് സംഭവിച്ചിട്ടുണ്ടോ. അതാണ്ടോ നമ്മളവിട്ടന്ന് കയറ്റിയപ്പോഴും സംഭവം കണ്ടോ. ഉള്ളോട്ട് കയറിപ്പോയതാണ്ടോ. ബമ്പർ ഉള്ളോട്ട് കയറിപ്പോയതാണ്ടോ നിങ്ങൾ കണ്ടാ. രണ്ട് സൈഡും പൊളിഞ്ഞു പോയി. എത്തിയെന്ന് പറഞ്ഞു. വണ്ടിന്ന് പറയാനൊന്നുമില്ല. നമുക്ക് പീസ് മാത്രമേ ഉള്ളൂ. വണ്ടിന്ന് പറയാനായിട്ടൊന്നുമില്ല കേട്ടോ. നിങ്ങളൊരു കാര്യം ചെയ്യാത്ത അതേമാതിരി ബമ്പർ ഇതൊന്നും വയ്ക്കുക. നോക്കുകയാണെങ്കിൽ ഇപ്പോൾ സെറ്റാക്കാം. ബാക്ക് എടുത്തിട്ട് ഫിറ്റായി. നമുക്ക് പെട്ടെന്ന് തന്നെ അതൊക്കെ വലിച്ചങ്ങോട്ട് ഇതാക്കിയാലോ.
എൻ്റെ പൊന്നിപ്പോ ആ സെറ്റ് 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 വാ ഗൈസ് കണ്ട കണ്ട ആ വണ്ടിക്ക് പവർ മര്യാദക്കില്ല. ഇതിനാണ് ഭയങ്കര പവർ കിട്ടിയത്. സംഭവം വെറുതാണ്ടാ പുറകെ വരുന്നാണ്ട അത് ചെറിയ നമ്മള് സെറ്റപ്പ് ആക്കി ചങ്ങല കുത്തി കയറ്റിയപ്പോ ഉണ്ടാ. അയ്യോ വണ്ടി കണ്ടാ നമ്മളെ കൊണ്ട് ഇതാക്കാൻ പറ്റത്തില്ല. വേണ്ട വലിക്കണ മാത്രമേ ഉള്ളൂ, വലിക്കാൻ മാത്രമേ അറിയത്തുള്ളൂ കേട്ടാ. ഓക്കെ ചേട്ടാ വലിക്ക് വലിക്ക്. ഓ പോരട്ടെ പോരട്ടെ, നമ്മൾ വലിച്ചിട്ട് പോരട്ടെ. ഓക്കെ ചങ്ങ പൊട്ടിപ്പോവാൻ സമയമായി. ഇതാ പോണ് ഇതാ പോണ് പൂണ് പൊട്ടി. എൻ്റെ മോനെ സീനണ്ടാ. ബാക്ക് പിടിച്ച ബാക്ക് പിടിച്ച ബാക്ക് പിടിച്ച ബാക്ക് വഴി പിടിച്ചത് പോണു കാറ്. അയ്യോ എന്താണിത്? ഓഫ് റോഡ് ഓഫ് റോഡ് ഓഫ് റോഡ്. ഓ നമ്മുടെ വണ്ടി വരെ തെന്നി കളിക്കുന്നത്. വണ്ടി എന്തി അതെന്തി അതെന്തി തേമൂണ് ചവിടന്ന് അപ്പുറം. പോണ് നമുക്ക് പിടിച്ചു നിർത്തണം. ആ നിർത്ത് വേണ്ട. അതിൻ്റെ നമ്മളിത് അതിൻ്റെ എൻജിൻ ഓഫ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നിന്നോളൂ. നമുക്കൊന്ന് തിരിച്ച് പോയിട്ട് വരാം. അങ്ങോട്ട് പറ്റുന്നത് അതല്ലേ ഇങ്ങോട്ടാണ് കയറി പോണത്. ബമ്പറൊക്കെ വളഞ്ഞില്ലോട്ട് കയറിപ്പോയി. നീ ഇതിന് പറ്റില്ലാന്നല്ലേ പറഞ്ഞോളൂ, പിന്നെ എന്തിനാ പോയേ? ലാസ്റ്റ് ഫൈനൽ താറ് കിട്ടിട്ടാ. അവിടെ ആ താറവിടെ കിടപ്പുണ്ട്. എന്തിട്ട് പണിയാണ് കാണിക്കുന്നത്? നിങ്ങൾക്കൊരു കാര്യം, നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഈ വണ്ടി ഈ താറാണ് ഇഷ്ടപ്പെട്ടത് അതോ താർ 2 പഴയ താറാണ് ഇഷ്ടപ്പെട്ടത്? ഇതിൻ്റെ കുറച്ച് കാര്യങ്ങൾ പറയട്ടെ. മുൻവശത്ത് ഈ ബമ്പറുണ്ടോ? ഒരു സാരി കാർഡ് പോലത്തെ ഒരു കാർഡ് ഉണ്ടോ? കേജ് പോലത്തെ ആ കേജിൽ ജീപ്പ് റൂബിക്കോണിൻ്റെ കേജാണ് വെച്ചേക്കണത്. പഴയ താറിൻ്റെ അടുത്ത് ഇങ്ങനെയല്ല വരുന്നത്. അതൊരു നല്ലൊരു സെറ്റപ്പാണ്. പിന്നെ ടയർ ചെയ്തേക്കണുണ്ടോ? ടയർ നമ്മൾ നല്ല സ്റ്റോക്കായ ടയർ ഒന്നേന്ന് കളർ നമ്മൾ മാറ്റിയാണ്. ഇതൊക്കെ സ്റ്റോക്കായിരുന്നു. റെഡ് നിങ്ങൾ നേരത്തെ തന്നെ റെഡായിരുന്നു. അപ്പം നമ്മളൊന്ന് മാറ്റിയ സെറ്റപ്പ് പറ്റിയുണ്ടോ? ടയർ കണ്ടോ? ടൈപ്പ് ടയർ അടിച്ചിരുന്നു. ഇപ്പോൾ വല്ല ഓഫ് റോഡാകുമ്പോൾ തീരുമ്പോണ്ടല്ലോ ടയർ പൊട്ടി പോരാ. എൻ്റെ ഡിപ്പ് കുറവാണ്. എന്തായാലും ബമ്പർ ഉണ്ടോ? ബമ്പർ പെട്ടെന്ന് പൊട്ടിപ്പോകണത് ഇതിലാണ്. ബമ്പർ പ്ലാസ്റ്റിക്കിൻ്റെ ബമ്പർ ഫിറ്റ് ചെയ്തേക്കുന്നത്. അതിൻ്റെ അകത്ത് കാണിച്ചു തരികയാണെങ്കിൽ ഉണ്ടല്ല, ശരിക്കും പറഞ്ഞാൽ ഈ വണ്ടി നമ്മുടെ കേരളത്തിലില്ല. ഇതൊരു വണ്ടി കേരളത്തിൽ ഇപ്പോൾ കുറവാണ്. നിങ്ങൾ ഈ വണ്ടി ശ്രദ്ധിച്ച് നോക്കിയാണോ? ഒരു ടൈൽ ലാമ്പ് മുകളിൽ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. താഴത്തെ 2 ലൈറ്റ് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ സ്റ്റോക്ക് ലൈറ്റ് വേറെ ഉണ്ട്. സ്റ്റോക്ക് പിന്നെ വേറെ ആയിട്ട് 3 ലൈറ്റ് ആ സൈഡിൽ കൊടുത്തിട്ടുണ്ട്. അതുമാത്രമായില്ല, ബാക്കിൽ ടയറും കൂടി ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് ഇരിക്കാൻ മാത്രമായിട്ട് കണ്ടോ സ്റ്റാൻഡും കൂടി കൊടുത്തിട്ടുണ്ട്. അതാണ് സ്റ്റാൻഡ് വഴിയാണ് ബമ്പർ ചെയ്തിരിക്കുന്നത്. അപ്പം നല്ലൊരു ഇത് ഡിസൈൻ ചെയ്ത ആൾ നല്ല ഇത് കൊണ്ടുവന്നിട്ടുണ്ട്. നല്ല ഇതുണ്ട്. നോക്കണ്ട ഈ ഒരു കരണ്ട് വലിക്കുന്ന കമ്പി മാതിരിപ്പൊരു സാരി കാർഡാണെങ്കിലും എന്തായാലും ഒരു ഇതില്ല, കുഴപ്പമില്ല. ഇന്ത്യയിലൊക്കെ ആണെങ്കിൽ കേട്ടോ
സെറ്റ് ഇൻറ്റീരിയർ ചെയ്യണത്, ഇൻറ്റീരിയർ നമ്മൾ ഫിറ്റ് ചെയ്തേക്കുന്നത്. അതിൻ്റെ അകത്ത് നോക്കുകയാണെങ്കിൽ ഇതാ ഈ ഇൻറ്റീരിയറാണ് അവിടെ അതിൻ്റെ അകത്ത് ഫിറ്റ് ചെയ്തേക്കണത്. കണ്ടോ, വൈറ്റ് ഇൻറ്റീരിയർ കണ്ടോ, സീറ്റൊക്കെ വൈറ്റ്. കുഴപ്പമൊന്നും കണ്ട, ആക്സിഡൻറ്റ് പറ്റുമ്പോൾ മുകളിൽ പൊളിയാണ്ടിരിക്കുന്ന കേട്ടോ, മുകളിൽ മറ്റേ ആ ഒരു പൈപ്പും കൂടി ഫിറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇത് ആക്സിഡൻ്റ് ആകുമ്പോൾ പിന്നെ ഇതിനൊന്നും പറ്റില്ലല്ലോ. മുൻവശം പൊളി തുറന്നത്. ഇത് കണ്ടോ, വേറൊരു സംഭവം ചെയ്തില്ല ആ വണ്ടിക്കകത്ത്. ഇത് പിടിപ്പിച്ചു നിങ്ങൾ നല്ല ആള് പറഞ്ഞാൽ ഇത് പിടിപ്പിച്ചു. ഈ സംഭവം പിടിപ്പിച്ചില്ല. പക്ഷേ ഈ വണ്ടിയിൽ അത് വന്നിട്ടില്ല. കണ്ടോ, സ്റ്റോക്ക് സാധനമാണ് ഇതിൻ്റെ അത് വന്നേക്കണത്. എന്താ നോക്കി, 2 ഗിയർ കൊടുത്തിട്ടുണ്ട്, 2 ഡിസ്ക് ബ്രേക്കും ഗിയറും കൊടുത്തിട്ടുണ്ട്. AC ടൂള് വന്നിട്ടുണ്ട്, 2 ലൈറ്റ് സ്പീക്കറായിട്ടുള്ള സെറ്റപ്പ് കൂടെ വന്നിട്ടുണ്ട്. നല്ല സീനായിട്ട് വന്നിട്ടുണ്ട്, കുഴപ്പമില്ല കേട്ടോ. വളയ്ക്കാൻ വേണ്ടി കണ്ടത് നോക്കിയിട്ട് വളഞ്ഞിരിക്കുന്ന ടൈപ്പാണ്. ഇതിനകത്ത് വട്ടത്തിലാണ്. പിന്നെ സ്ക്രീനുണ്ട്. പിന്നെ ആ വണ്ടിക്ക് അത് സ്ക്രീൻ വന്നിട്ടില്ല. സ്ക്രീനിന് പകരം വേറെ സാധനം വന്നേക്കണം. സീറ്റ് കണ്ടോ, ഒരു കിട്ടില്ല സീറ്റാണ്, പഴയ ക്വാളിറ്റിയാണ് ഇതുകൊണ്ട് വന്നേക്കണത്. അപ്പോൾ അതേമാതിരി ഒരു ബ്രേക്ക് ഉണ്ട്, പക്ഷെ ആ വണ്ടിക്കകത്ത് അതില്ല. സംഭവം വെച്ചാൽ ഇതിനകത്ത് ഈ വണ്ടിയിൽ താക്കോലാണ് താക്കോല്, പക്ഷെ ആ വണ്ടിക്ക് അത് റിമോട്ടാണ് വരുന്നത്, റിമോട്ട് പോലത്തെ സാധനം വരുന്നത്. അതുകൊണ്ട് തോന്നുന്നു അത് ഓട്ടോമാറ്റിക് ഇത് മറ്റേത്. പക്ഷെ അത് 4x4 ആണ്, ഇതും 4x4 ആണ്. അപ്പം അങ്ങനെ കുഴപ്പമില്ലല്ലേ. ഇപ്പോൾ അപ്പോൾ ശരിയായി വരണം. ശരിയാവണം. ശരിയായി. അപ്പോൾ കണ്ടോ, വണ്ടിയിൽ ഇതേപോലെ ടയർ കയറ്റാൻ നോക്കിയിട്ട് പക്ഷെ നടക്കണില്ല. അപ്പോൾ ഈ വീഡിയോ നമുക്ക് ഇവിടെ വെച്ച് തന്നെ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തി എനേബിൾ ചെയ്യുക. അപ്പോൾ ഗൈസ്, ബൈ.